ഹലോ വെൽക്കം ടു അവർ ട്രാവൽ ആൻഡ് ഫുഡ് ഡയറീസ്. ഇന്നത്തെ നമ്മുടെ യാത്ര കൊല്ലം ഡിസ്ട്രിക്റ്റിലുള്ള ജഡായു എർത്ത് സെൻറ്ററിലോട്ടാണ്. നമ്മളിപ്പോൾ വർക്കലയിലാണുള്ളത്. വർക്കലയിൽ നിന്നും 25 കിലോമീറ്റർ ദൂരമുണ്ട് ജഡായു എർത്ത് സെൻറ്ററിലോട്ട് എത്താനായിട്ട്. നമ്മൾ തിരുവോണ ദിവസം ഉച്ച സമയത്താണ് ഇവിടെ ജഡായു എർത്ത് സെൻറ്ററിൽ എത്തിയത്. ഉച്ച സമയം ആയതുകൊണ്ട് അധികം തിരക്കുണ്ടാവില്ല എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ വലിയൊരു ക്യൂ ആണ് കണ്ടത്. ജഡായു പാറയിലോട്ട് പോകാനായിട്ട് നമുക്ക് ഒന്നുകിൽ നടന്നിട്ട് പോകാം, അല്ലെങ്കിൽ കേബിൾ കാർ ഓപ്റ്റ് ചെയ്യാം. നടന്നിട്ട് പോകുവാണെങ്കിൽ 862 സ്റ്റെപ്സ് കയറണം. ഞങ്ങൾ കേബിൾ കാറാണ് ഓപ്റ്റ് ചെയ്തത്. അപ്പോൾ എൻട്രി ഫീയും കേബിൾ കാറിൻ്റെ ചാർജും കൂടി പെർ ഹെഡ് 610 രൂപയാണ് വന്നത്. നമ്മൾ ആദ്യം എൻട്രി ടിക്കറ്റ് എടുത്തു. അതിനുശേഷം ഈ ഒരു ബിൽഡിങ്ങിലെത്തി ഇവിടെ നിന്ന് നമ്മൾ കേബിൾ കാറിൻ്റെ ടിക്കറ്റ് എടുക്കുകയാണ് ചെയ്തത്. എയർ കണ്ടീഷനിങ് ഒക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു ബിൽഡിംഗ് ആണിത്. ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മളിവിടുത്തെ വെയിറ്റിംഗ് ഏരിയയിലെത്തി. അപ്പോൾ അവിടെ മാവേലീനൊക്കെ കണ്ടു. ഇവിടെ ചെറിയ സുവനീർ ഷോപ്പും അതുപോലെ ഫുഡിൻ്റെ സ്റ്റോൾസൊക്കെ ഉണ്ട്. ഓരോ ബാച്ചായിട്ടാണ് കേബിൾ കാറിൻ്റെ അവിടേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ്സിൻ്റെ വെയിറ്റിംഗ് ഉണ്ട്. അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ബോർഡ് ചെയ്യാനുള്ള സമയമായി. ഇപ്പോൾ നമ്മൾ കേബിൾ കാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇവിടെയും ചെറിയൊരു ക്യൂ ഉണ്ട്. നാല് കേബിൾ കാർസ് ഒരുമിച്ചാണ് വരുന്നത്. ഒന്നെങ്കിൽ ഏറ്റവും ഫ്രണ്ടിൽ കിട്ടണം, അല്ലെങ്കിൽ ബാക്കിൽ കിട്ടണം. എന്നാലാണ് നമുക്ക് വ്യൂ കറക്റ്റ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കേബിൾ കാറിൽ 8 പേർക്ക് കയറാം. ഞങ്ങളുടെ കൂടെ വേറൊരു ഫാമിലിയും ഉണ്ടായിരുന്നു. അങ്ങ് ദൂരെ ജഡായുവിൻ്റെ ശില്പം കണ്ടു തുടങ്ങി. നല്ല പൊരി വെയിലത്താണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബേർഡ് സ്കൾപ്ചറാണ് ഈ ജഡായു ശില്പം. ഈ ജഡായുവിൻ്റെ ശില്പം ഇവിടെ പണി കഴിക്കുവാനായിട്ട് ഒരു സ്റ്റോറി ഉണ്ട്. രാമായണത്തിലെ ബേസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറിയാണത്. സീതയെ രാവണൻ ശ്രീലങ്കയിലോട്ട് തട്ടിക്കൊണ്ടുപോയത് ഒരു പുഷ്പക വിമാനത്തിലാണ്. ആ പുഷ്പക വിമാനം ഇതിലൂടെയാണ് പറന്നിരുന്നതെന്നാണ് വിശ്വാസം. ഇവിടെയാണ് ജഡായു താമസിച്ചിരുന്നത്. അപ്പോൾ സീതയുടെ രക്ഷിക്കണേ എന്നുള്ള നിലവിളി കേട്ട് ജഡായു രാവണനുമായിട്ട് ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടു, സീതയെ രക്ഷിക്കുവാനായിട്ട്. പക്ഷെ രാവണൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചന്ദ്രഹംസം എന്ന് പറഞ്ഞൊരു ആയുധം എടുത്തിട്ട് ജഡായുവിൻ്റെ ചിറക് അരിയുകയായിരുന്നു. അപ്പോൾ ചിറകറ്റ് വീണ ജഡായു ഈ പാറയിലോട്ടാണ് വന്ന് പതിച്ചത്. താൻ കാരണം ജഡായുവിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നു എന്ന് കണ്ടിട്ട് സീതാദേവിക്ക് ഭയങ്കര വിഷമമായി. അങ്ങനെ സീതാദേവി ജഡായുവിനെ അനുഗ്രഹിച്ചു, ശ്രീരാമ ദർശനത്തിനും അതിലൂടെ മോക്ഷം ലഭിക്കുവാനായിട്ട്. പിന്നെ സീതാദേവി അന്വേഷിച്ച് ശ്രീരാമൻ ഇതിലൂടെ പോകുമ്പോൾ ജഡായുവിനെ കാണുകയും മോക്ഷം കൊടുക്കുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ ഈ ഒരു രാമായണം സ്റ്റോറിയുടെ സിഗ്നിഫിക്കൻസ് കൊണ്ടാണ് ഇവിടെ ഒരു ശില്പം പണി കഴിക്കാനുള്ള കാരണം. ഫേമസ് മലയാളം മൂവി ഡയറക്ടർ രാജീവ് അഞ്ചലിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ശില്പം പണിതിട്ടുള്ളത്. 75 അടി ഹൈറ്റ് ഉണ്ട് ഈ ജഡായു ശില്പത്തിന്. ഇതിനകത്തൊരു മ്യൂസിയം കൂടിയുണ്ട്. അവിടെ മെയിൻ്റനൻസ് വർക്ക് നടക്കുകയായിരുന്നു, അതുകൊണ്ട് ക്ലോസ്ഡ് ആയിരുന്നു, ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ ഒരു വ്യൂ പോയിൻറ്റും ഗാലറിയൊക്കെ ഉണ്ട്. ഇവിടെയാണ് ഇവൻറ്റ്സ് ഒക്കെ നടത്താറുള്ളത്. ഇവിടെ നിന്നാൽ ഈ ഒരു പ്രദേശത്തിൽ ഒരു പനോരമിക് വ്യൂ കിട്ടും. പിന്നെ ഇവിടെ ഒരു ശ്രീരാമ ക്ഷേത്രമുണ്ട്. ഇപ്പോൾ ദർശന സമയമല്ല, അത് കാരണം അകത്തേക്ക് കടത്തി വിടില്ല. പിന്നെ അതുപോലെ ശ്രീരാമൻ്റെ കാൽമുദ്ര ഇവിടെ പതിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതാണ് ഈ കാണുന്നത്. ക്ഷേത്രം തുറന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഇവിടേക്കൊന്ന് നടക്കാം. നല്ല ഭംഗിയാണിത് കാണുവാനായിട്ട്. അവിടെ ഒരു ഗ്ലാസ് ഡോർ ഉണ്ട്. അതിലൂടെ നോക്കിയാൽ നമുക്ക് ശ്രീരാമ വിഗ്രഹം കാണാം. ജഡായുപ്പാറയിലെ വിശേഷങ്ങളൊക്കെ കണ്ടത് നമ്മൾ തിരിച്ചു പോകുകയാണ്. കേബിൾ കാറിൽ തന്നെയാണ് തിരിച്ചു പോകുന്നത്. അപ്പ് ആൻഡ് ഡൗൺ പോകുമ്പോൾ നമുക്ക് ഒരു അറ്റത്തുള്ള കേബിൾ കാർ ലഭിച്ചു. അതുകൊണ്ട് തന്നെ വ്യൂ ഒക്കെ നല്ല രസമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി.
കേബിൾ കാർ വന്ന് ഇറങ്ങിയ ആ ഒരു ബിൽഡിംഗ് ബ്ലോക്കിൽ ഫുഡ് കോർട്ട് പിന്നെ അതുപോലെ എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.